കാസർഗോഡ് നാൽത്തടുക്കിയിൽ മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ ജസീലിയുടെ മരണത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് വനിതാ സംഘടനകൾ രംഗത്ത്. 2 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിവിധ വനിതാ സംഘടനകൾ. പോലീസിന്റെ അനാസ്ഥയാണ് ജസീലിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കാസർഗോഡ് നഗരസഭാ അധ്യക്ഷയും ലീഗ് നേതാവുമായ ഷാഹിന സലീം, വിമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് ജുബൈരിയ എന്നിവർ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. കാസർഗോഡ് നിന്ന് രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാസർഗോഡ് നാലന്തടുക്കയിലെ ജസീലയുടെ ജീവനൊടുക്കലുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിന്റെ കാര്യക്ഷമതയില്ലായ്മയ്ക്കെതിരെ ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ വലിയ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. മരണമൊഴി അടക്കം ജസീലയുടേതുണ്ടായിട്ടും പോലീസ് പ്രതികൾക്ക് വേണ്ടി ഇരുട്ട് തപ്പുന്നു എന്നതാണ് ആരോപണം ഉയരുന്നത്. ഇപ്പോൾ വിമൻ ജസ്റ്റിസിന്റെ ജില്ലാ അധ്യക്ഷ ജുബൈര നമ്മളോടൊപ്പമുണ്ട്. ഈ കുട്ടി മരിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ്, വിഷം കുടിച്ചിട്ട് 3 ആഴ്ച കഴിഞ്ഞ്, ഇതുവരെയായിട്ട് ശരിയായ ഒരു അന്വേഷണം നടന്നിട്ടില്ല. നമുക്കത് തൃപ്തിയല്ല അന്വേഷണത്തിൽ. കാരണം നമ്മൾ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. ആദൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നമുക്ക് ശരിയായൊരു മറുപടി കിട്ടിയില്ല. ആ കുട്ടീനെ ചോദ്യം ചെയ്തത് ഒരു വനിതാ പോലീസിൻ്റെ സാന്നിധ്യമില്ലാതെയാണ് 2.5 മണിക്കൂർ വരെ ഒറ്റക്കിരുത്തിയിട്ട് ചോദ്യം ചെയ്തത്. പിന്നീട് ആ കുട്ടിക്ക് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയപ്പോഴും അവർ തിരിച്ചയച്ച്. അതെല്ലാം മാനസികമായും ആ കുട്ടി തളർന്നു. ഭർത്തൃ വീട്ടുകാരും അവളെ കുറ്റപ്പെടുത്തി, എല്ലാവരും കുറ്റപ്പെടുത്തി, പോലീസും കുറ്റപ്പെടുത്തി. ഇതെല്ലാം സഹിക്കാൻ പറ്റാതെ ആ കുട്ടി ജീവനൊടുക്കിയതാണ് വിഷം കഴിച്ചിട്ട്. നമ്മൾ പോയപ്പോൾ അവർ പറയുന്നത് അത് അങ്ങനെ അന്വേഷിക്കും, വനിതാ പോലീസിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല, അത് ഈ കേസല്ല, വേറെ റേപ്പ് കേസല്ലെങ്കിൽ വനിതാ പോലീസിന് വേണ്ടി വരുമെന്ന്. അല്ലാതെ വനിതാ പോലീസിന് സാന്നിധ്യം ഉണ്ടായിട്ട് അതും ആ കുട്ടീനെ മാനസികമായി തളർത്തി. പിന്നെ ആ കുട്ടീൻ്റെ ആരോപണത്തിന് വിധേയരായ സുഹൃത്തിനെ, ഭർത്താവിൻ്റെ വീട്ടുകാരെ ആരെയും നല്ലോണം ചോദ്യം ചെയ്തിട്ട് അവർ ശരിയായ കുറ്റവാളികളെ കണ്ടെത്തിയിട്ടില്ല. ഇതുവരെയായിട്ട് സ്വർണം എവിടെയാണെന്ന്, എത്ര സ്വർണമാണ് കളവ് പോയതെന്നും അവർ കണ്ടെത്തിയിട്ടില്ല. ഞങ്ങൾ പോയപ്പോൾ പോലീസ് പറഞ്ഞ്, ആദ്യം ആ കുട്ടീൻ്റെ ഉമ്മ ആയിഷ പറഞ്ഞത്, സുഹൃത്തിൻ്റെ ഉമ്മ ആയിഷ പറഞ്ഞത് 9.5 പവനെന്ന്. പോലീസ് ചോദ്യം ചെയ്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അത് 5.5 പവനായി. അതേപോലെ നല്ലോണം പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സ്വർണം കളവ് പോയിട്ടില്ലായിരിക്കുമായിരുന്നു. പോയതെന്ന് അവർക്ക് സംശയമാണ്. അവർ പറയുന്നത് കബോർഡ് പൊളിച്ചിട്ടില്ല, വീട് പൊളിച്ചിട്ടില്ല, പൂട്ടൊന്നും പൊളിച്ചിട്ടില്ല, അതും പറയുന്നു പോലീസ്. നിങ്ങളെന്താണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഞങ്ങളെല്ലാം ആവശ്യപ്പെടുന്നത് ഉന്നതതല പോലീസ് അന്വേഷണം വേണമെന്ന്. മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഞങ്ങളിന് പരാതി കൊടുക്കുന്നു. ഈ 2 ആഴ്ച പിന്നിട്ടിട്ടും ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നത് ഖേദകരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോലീസിൻ്റെ അനാസ്ഥയാണ് ഇതിന് കാരണം. അത് എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ കുടുംബത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയമിച്ചുകൊണ്ട് ഈ അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. കുറ്റവാളികളെ എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ജസീല എന്ന് പറയുന്നത് 2 പിഞ്ചു കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ നടപടിയുമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഇനിയൊരു മരണം ഈ രീതിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അടിയന്തരമായി ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി, പരിഹാരം ഉണ്ടാവണം, നീതി നടപ്പാക്കണം എന്നാണ് സംഘടനകളുടെ ആവശ്യം. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.